മത്തിക്കറിയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിരിയമുളക് പൊടി. അത് വെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കണം. അപ്പം നന്നായിട്ട് കുതിർന്നിരിക്കും. നല്ല രീതിയിൽ അത് നന്നായിട്ട് കുഴച്ച് കുതിർന്ന് നന്നായിട്ട് അത് നല്ല രീതിയിലിരിക്കും. അത് കുഴച്ച് 5 മിനിറ്റ് മാറ്റി വയ്ക്കണം. രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കണം. അതിലോട്ട് ഉലുവ ഇടണം. കുറച്ച് ഉലുവ. ഇനി കുറച്ച് കടുക് ഇടണം. ചില സ്ഥലത്ത് മീൻ കറിക്ക് കടുക് ഉപയോഗിക്കാറില്ല, ഉലുവ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ കടുകും കൂടി ഇട്ട് അത് നന്നായി പൊട്ടി വന്നു. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. അത് നന്നായിട്ട് മൂത്ത് വരണം. നല്ല ചുവപ്പ് കളറിൽ ഒരു സ്മെല്ലൊക്കെ വരും. മൂത്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂത്ത് വരണം. അതിൽ ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റണം. നല്ല ചുവപ്പ് കളറാകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് വന്ന് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അവിടെ കലക്കി വെച്ചിരുന്ന എന്നുവെച്ചാൽ കുഴച്ച് വെച്ചിരുന്ന മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി നമ്മൾക്ക് ഈ ചട്ടിയുടെ അകത്തോട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ച അരപ്പ് കിടുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അവിടെ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും കരിഞ്ഞു പോകില്ല. അതിനാണ് അങ്ങനെ എടുക്കണം. അതുമല്ല നമുക്ക് ഒരു സോഫ്റ്റ്നെസ്, പണ്ട് കല്ലേട്ട് അരച്ചെടുക്കുന്ന പോലത്തെ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും. അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉപ്പും കുടംപുളി നമ്മുടെ പാകത്തിനുള്ള ഉപ്പിട്ടാൽ മതി. നമുക്ക് പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി. എന്നാലും മീൻകറിക്കൊക്കെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയാലേ അതിന് മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കുടംപുളി ഇട്ട് ഇനി അത് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത് മാറ്റി വെച്ച കുടംപുളിയാണ്. അതിൻ്റെ വെള്ളവും കൂടി ഒഴിക്കണം. ഇനി അതിൽ അതിൻ്റെ പുളി ഒഴിച്ചതിൻ്റെ ബാക്കി അതിൻ്റെ പുളി വെള്ളമുണ്ട്, അതും കൂടി ഒഴിക്കണം. കാര്യം പുളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ, അപ്പം നമ്മൾ ആ പുളി കളയണ്ട.
അതും കൂടി ഒഴിച്ച് ഇനി വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ചെറിയ മത്തി ആയതുകൊണ്ട് വെള്ളം ഒഴിച്ച് അത് കലക്കി വയ്ക്കണം. അതിന് ഒന്ന് തിളക്കുന്നവരെ നമുക്കത് മൂടി വെച്ച് അടച്ച് വയ്ക്കാം. ഇനി തിളച്ച് വന്ന് നമ്മൾ മൂടിയെടുത്ത് ഇനി നമുക്കകത്തിലോട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ നന്നായിട്ട് പിഴിഞ്ഞ് അടുക്കി ഇടണം. അല്ലാതെ വാരിയിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി കപ്പ കുഴയുന്ന കണക്ക് കുഴഞ്ഞു. അതുകൊണ്ട് അടുക്കി നിരത്തി ഇടണം. അടുക്കി ഇട്ട് കഴിഞ്ഞ് നമ്മൾ അത് ഒന്ന് ഇളക്കി കൊടുക്കണം. സ്പൂണിലല്ല,